സാംസങ് അൾട്രാ സ്ലിമിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ സ്ക്രീനില്ല, അതാണ് കംപ്ലയിൻറ്റ്. ഇവിടെ പവർ LED ഇതാ ഓണായിട്ടുണ്ട്, എന്നിട്ട് ഓസിലേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ സ്ക്രീനില്ല, ഫുൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. LOTയിൽ സ്ക്രീൻ കൂട്ടിയാലും ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നിൽക്കും, അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ബേസ് ബോർഡിലെങ്കിൽ ബോർഡിൽ വരുന്നൊരു കംപ്ലയിൻ്റാണ്. ഇവിടെ ബേസ് ബോർഡിൽ സ്ക്രീനിൻ്റെ ഒയർ ഒരു സോക്കറ്റിൽ ഇരിക്കുകയാണ്, അതിനെ മാറ്റി കളഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു സെറാമിക് ഡിസ്ക് ഉണ്ട് ബേസ് ബോർഡിൽ, ഈ സ്ക്രീനിൻ്റെ തന്നെ 33 kV എന്താണ് ഇതിൽ കിടന്നത്. അത് ഞാൻ മാറ്റിയിട്ട് 681 K 2 kVയുടെ ഒരു പുതിയ ഡിസ്ക് ഇതാ വേറെ അവിടെ ഇട്ടിട്ടുണ്ട്. ബേസ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡ്രൈ സോൾഡറിങ് ചെയ്യുമ്പോൾ സ്ഥിരം പറയാറുള്ളത് തന്നെ സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കാലുകൾ തമ്മിൽ ഒട്ടിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അറിയാതെ ഓൺ ചെയ്യുമ്പോൾ സംഭവം എല്ലാം പുക വന്ന് അടിച്ചു പോകും, അതാണ് കുഴപ്പം. അങ്ങനെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ബേസ് ബോർഡ് ഡ്രൈ സോൾഡറിങ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രീൻ വരാതെ നിൽക്കും. എനിക്കങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡ്രൈ മാത്രമല്ല, ABL സൈഡ് ബോർഡിൽ പ്രശ്നം ഉണ്ടെങ്കിലോ ഇപ്പോൾ ട്യൂബിന് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇവിടെ ഡ്രൈ സോൾഡറിങ് ഒക്കെ ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു RGB ലൈൻസ് വന്നു, സ്ക്രീനും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ഒരു കട്ടിയുള്ള ലൈൻസ് കണ്ടില്ലേ മേളിൽ. ഇപ്പോൾ സ്ക്രീനൊക്കെ പക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ലൈൻസ് മാറ്റണം. വെർട്ടിക്കലിൽ വരുന്നൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ വെർട്ടിക്കൽ ICയുടെ അടുത്തൊരു കപ്പാസിറ്റർ ഉണ്ട്, 50 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ അത് കംപ്ലയിൻ്റ് ആകുമ്പോൾ എങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 50 വോൾട്ട് 100 mFൻ്റെ കപ്പാസിറ്ററാണ്, അത് വേറെ ഇട്ടിട്ടുണ്ട്. ഇനി TV പതുക്കെ ഓൺ ചെയ്ത് നോക്കാം കംപ്ലയിൻറ്റ്സ് കറക്റ്റായോ എന്ന്. ഇവിടെ RGB ലൈൻസും പിന്നെ മുകളിൽ കുറച്ച് കട്ടിയുള്ള ലൈൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ TV ഓക്കെ ആയി.